മലപ്പുറം കാളികാവിലെ നരഭോജി കടുവ കൂട്ടിൽ. കടുവ കുടുങ്ങിയത് സുൽത്താന എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിൽ. മലപ്പുറം മണ്ണാർ മലയിൽ വീണ്ടും പുലിയിറങ്ങി. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട് സന്ദർശിച്ച് ആരോഗ്യമന്ത്രി. സർക്കാർ കുടുംബത്തോട് ഒപ്പമെന്ന് വീണ ജോർജ്. മെഡിക്കൽ കോളേജിലെ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സംബന്ധിച്ച റിപ്പോർട്ട് തേടി ആർപ്പൂക്കര പഞ്ചായത്ത്. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ഇന്ന്. രജിസ്ട്രാറുടെ സസ്പെൻഷൻ ചർച്ചയാകും. ഹൈക്കോടതിയിൽ സിൻഡിക്കേറ്റ് വിശദീകരണം നൽകണമെന്ന് ഇടത് അംഗങ്ങൾ. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. പാലക്കാട് പനി ബാധിച്ച് ചികിത്സയിലുള്ള 10 വയസ്സുകാരിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. സ്ഥിതി വിലയിരുത്താൻ കേന്ദ്ര സംഘം കേരളത്തിലേക്ക്. നിപ്പ ബാധിച്ച പാലക്കാട് സ്വദേശിയായ യുവതിയുടെ നില ഗുരുതരമായി തുടരുന്നു. 3 ജില്ലകളിലായി 425 പേർ സമ്പർക്ക പട്ടികയിൽ. അമേരിക്കയിലെ ടെക്സാസിലെ മിന്നൽ പ്രളയത്തിൽ മരണം 51. മരിച്ചവരിൽ 15 കുട്ടികളും. സമ്മർ ക്യാമ്പിനെത്തിയ 27 പെൺകുട്ടികൾക്കായി തിരച്ചിൽ തുടരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. പഹൽഗാം ഭീകരാക്രമണവും ഉച്ചകോടിയിലെ പ്രഖ്യാപനത്തിൽ പരാമർശിക്കണമെന്ന് ഇന്ത്യ. ഉച്ചകോടി ഇന്ത്യൻ സമയം 7 മണിക്ക്. അമേരിക്കൻ പാർട്ടി എന്ന പേരിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് ഇലോൺ മസ്ക്. പ്രഖ്യാപനം എക്സിലൂടെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാനെന്ന് മസ്ക്. പുതിയ പാർട്ടി ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിന് പിന്നാലെ.